തിരുവനന്തപുരം തൈക്കാട് 19കാരൻ കുത്തേറ്റ് വീണതിന് പിന്നാലെയുള്ള ദൃശ്യങ്ങൾ ന്യൂസ് 18. നെഞ്ചിൽ ആഴത്തിൽ കുത്തേറ്റതിന് പിന്നാലെ അലനെ സുഹൃത്തുക്കൾ ചേർന്ന് ഇരുചക്രവാഹനത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഈ കൊലപാതകത്തിൽ 2 പേരാണ് കസ്റ്റഡിയിലായത്. ജഗതി സ്വദേശികളായ സന്ദീപ്, അഖിലേഷ് എന്നിവരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. അക്രമി സംഘത്തിലെ 5 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ള ഒരാൾ മുൻപും കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു. ഡാൻ, കൂടുതൽ ദൃശ്യങ്ങളടക്കം പുറത്തുവരിക, കൂടുതൽ തെളിവുകൾ പുറത്തുവരിക, ഇതിൽ എന്ത് നിഗമനത്തിലേക്ക് പോലീസ് കടക്കുന്നു? അന്വേഷണം ഏത് ഘട്ടത്തിലേക്കാണ്? തൈക്കാട് ശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം ഇന്നലെ വൈകുന്നേരമാണ് ഇരു സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. അതിനിടയിൽ ഈ അലൻ എന്ന 19കാരന് ഈ ആഴത്തിൽ കുത്തേറ്റ് കുഴഞ്ഞു വീണതിന് പിന്നാലെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നത്. ഈ മൂർച്ചയേറിയ ഒരു വസ്തു ഹൃദയത്തിൽ നേർക്ക് കുത്തിയിറക്കുകയായിരുന്നു. ഒറ്റ കുത്തിന് തന്നെ കുഴഞ്ഞു വീണു. തൽക്ഷണം മരണം സംഭവിക്കുകയായിരുന്നുവെന്നാണ് ഡോക്ടർമാർ അടക്കം ഇന്നലെ കണ്ടെത്തിയത്. ഇത് എന്ത് വസ്തു ഉപയോഗിച്ചാണ് കുത്തിയതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യത വന്നിട്ടില്ല. കത്തിയല്ല ഉപയോഗിച്ചതെന്ന് ആദ്യം തന്നെ വ്യക്തമായിരുന്നു. കാരണം അത്തരത്തിലുള്ള മുറിവുകളൊന്നും അലന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കുത്തേറ്റതിന് പിന്നാലെ പെട്ടെന്ന് സുഹൃത്തുക്കൾ ചേർന്ന് ഇരുചക്രവാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിനടക്കം ലഭിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസ് പരിശോധന നടത്തുകയും തുടർന്ന് 2 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. നിലവിൽ ജഗതി സ്വദേശികളായ 2 പേരാണ്, സന്ദീപ്, അഖിലേഷ്, ഇങ്ങനെ 2 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അലനുമായി ഇവർക്ക് മുൻവൈരാഗ്യങ്ങളൊന്നും വ്യക്തിപരമായി ഉണ്ടായിരുന്നില്ല. ഈ ഇരു സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി എത്തിയതാണ് ഇവർ. അത് പിന്നീട് വാക്കേറ്റത്തിലും കയ്യേറ്റത്തിലും ഒടുവിൽ ഇങ്ങനെ ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിലേക്കും നയിക്കുകയായിരുന്നുവെന്നാണ് പ്രതികൾ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് വിവരം. ഇതിൽ കൃത്യമായി ഈ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് അലനെ ആക്രമിച്ചത് ആരാണ് എന്ന് ഇതുവരെ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഈ സംഘത്തിലുണ്ടായിരുന്നതിൽ 2 പേരാണ്, അഖിലേഷും അതോടൊപ്പം സന്ദീപും. ഇവരിൽ ഒരാളാണോ ഈ കുത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരാനുണ്ട്. എന്തായാലും അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ തലസ്ഥാനത്തുണ്ടായത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ 2 സംഘങ്ങൾ തമ്മിൽ നഗരത്തിന്റെ ഒരു ഹൃദയഭാഗത്ത് വെച്ച് തന്നെ ഇങ്ങനെ ഏറ്റുമുട്ടുകയും അതിൽ ഒരു യുവാവിന് ദാരുണമായി ജീവൻ നഷ്ടമാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ മേൽനോട്ടത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവത്തിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുന്നതിന് വേണ്ടി. പത്തനംതിട്ട തിരുവല്ലയിൽ 13കാരിയെ ബലാത്സംഗം ചെയ്ത പ്രതികൾ പിടിയിലായി. ഇതര സംസ്ഥാന പെൺകുട്ടിയാണ് പീഡനത്തിനിരയായത്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പിടിയിലായവരും. ശശി നാരായണൻ ചേരുന്നു. എത്ര പേരാണ് പിടിയിലായിരിക്കുന്നത് ശശി? വിവരങ്ങൾ. അപർണ, ഇന്നലെ ഉച്ചയ്ക്കാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഈ പെൺകുട്ടി, 14 വയസ്സുള്ള പെൺകുട്ടിയാണ്. എന്തായാലും ഈ അവരുടെ ക്യാമ്പിൽ, ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന തിരുവല്ലയിലെ ക്യാമ്പിൽ വെച്ചാണ് പീഡനം നടക്കുന്നത്. അമ്മയും അച്ഛനും ജോലിക്ക് പോയ സമയത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 യുവാക്കൾ തന്നെയാണ് ഈ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചത്. പിന്നെ മാതാപിതാക്കൾ വന്നതിന് ശേഷമാണ് വിവരം അറിയുകയും പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആവശ്യമായി ചോദ്യം ചെയ്യുകയും ആ സമയത്താണ് പീഡന വിവരമൊക്കെ കൃത്യമായി പെൺകുട്ടിയിൽ നിന്ന് മൊഴി ലഭിക്കുകയും ഇവരും ആ കാര്യം സമ്മതിക്കുകയും ചെയ്യേണ്ട സ്ഥലത്താണ് 2 പേരെയും തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നവരെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപർണ, 13 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പിടിയിലായത്. ശശി നാരായണൻ വിവരങ്ങൾ നൽകി.